ഗാന്ധിയെ കൊന്നത് RSS. നാഗപൂരിൽ തുടങ്ങി ഗുജറാത്തും സംജോത എക്സ്പ്രസും അടക്കം നൂറുകണക്കിന് വംശീയ കലാപങ്ങളിലൂടെ ആയിരങ്ങളെ കൊന്നു തള്ളിയതും RSS. സവർണന്റെ ക്ഷേത്രമുറ്റത്ത് കയറിയതിൻ്റെ പേരിൽ ദളിതിനെ ചുട്ടു കൊല്ലുന്നതും RSS. യാ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ ഹാലിളകുന്നതും ഭഗവാൻ ശ്രീരാമൻ്റെ പേര് കലാപങ്ങൾക്ക് ഉപയോഗിക്കുന്നതും RSS. ജനാധിപത്യത്തെ തകർക്കുന്ന വോട്ടുകൊള്ളയും മനുസ്മൃതിയുടെ സംസ്ഥാപനത്തിനായി ഭരണഘടനയെ തിരുത്താൻ ശ്രമിക്കുന്നതും RSSന് മാന്യതയുടെ പട്ടം നൽകി പരവതാനി വിരിച്ചു കൊടുക്കുന്നത് ഫാസിസ്റ്റ് വിരോധികളെന്ന് അവകാശപ്പെടുന്ന മതേതരവാദികളെന്ന് പറയപ്പെടുന്ന കപടന്മാർ. മൗനം വെടിയണം, വാചാലമാവണം. പ്രതിഷേധമല്ല പ്രതിരോധമാണ് ഉയരേണ്ടത്.